ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് വീണ്ടും ഒരു നെയിം ഈറ്റിംഗ് ചലഞ്ച് കണ്ടാലോ. അപ്പോൾ ഞാൻ ആദ്യം കഴിക്കാൻ പോകുന്ന ലെറ്റർ എന്ന് പറയുന്നത് എസ് ആണ്. അപ്പോൾ എസ്സിൽ ഞാൻ എടുത്തിരിക്കുന്നത് ഷവർമയാട്ടോ. ഇത് നമ്മൾ പുറത്ത് പോയ സമയത്ത് വീട്ടിൽ പാഴ്സലും വാങ്ങിക്കൊണ്ടുവന്ന ഷവർമയാട്ടോ. ഇത് റുമാലി റൊട്ടിയുടെ ഷവർമയാട്ടോ. എനിക്ക് സാധാരണ കുബൂസിന്റെ ഷവർമ ഇഷ്ടമല്ല, എനിക്ക് ഏറ്റവും ഇഷ്ടം റുമാലിയുടെയാണ്. അടിപൊളി ഷവർമയായിരുന്നു ഗൈസ്. അപ്പോൾ എസ് ലെറ്ററിൽ ഞാൻ കഴിച്ചത് ഷവർമയായിരുന്നേ. അടുത്ത ലെറ്റർ ഇ ആണ് ഗൈസ്. അപ്പോൾ ഇയിൽ ഞാൻ എടുത്തിരിക്കുന്നത് എഗ് ആണ്, ഒരു പുഴുങ്ങിയ മുട്ട എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ലെറ്ററിൽ ഞാൻ എഗ് കഴിച്ചു. അടുത്ത ലെറ്റർ എന്ന് പറയുന്നത് വീണ്ടും ഈ തന്നെയാണ് ഗൈസ്. അപ്പോൾ ഈയിൽ ഞാൻ എടുത്തിരിക്കുന്നത് ഇളനീരാണ്. അപ്പോൾ ഇളനീരാണ് കഴിച്ചത്. ഒരു ഇച്ചിരി മുറ്റിപ്പോയ ഇളനീരായിരുന്നു, എന്നാലും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. എന്നോട് ഒരുപാട് പേര് ചോദിച്ചു ഒന്നുകിൽ ഇംഗ്ലീഷ് ലെറ്റർ ചെയ്യും അല്ലെങ്കിൽ മലയാള ലെറ്റർ ചെയ്യുന്നത്. ഞാൻ മംഗ്ലീഷും ചെയ്യുന്നുണ്ട് ഇംഗ്ലീഷും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈയിൽ ഞാൻ എടുത്തിരിക്കുന്നത് ഇളനീരാണ്. അടുത്ത ലെറ്റർ ടി ആണ് ഗൈസ്. അപ്പോൾ ടീയിൽ ഞാൻ എടുത്തിരിക്കുന്നത് ടൊമാറ്റോ കെച്ചപ്പ് ആണ്. അപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ടൊമാറ്റോ കെച്ചപ്പ്. അപ്പോൾ ടീയിൽ ഞാൻ കഴിച്ചത് ടൊമാറ്റോ കെച്ചപ്പ് ആണ്. അപ്പോൾ അടുത്ത ലെറ്റർ എന്ന് പറയുന്നത് എച്ച് ആണ് ഗൈസ്. അപ്പോൾ എച്ചിൽ ഞാൻ ഇന്ന് വീണ്ടും എടുത്തിരിക്കുന്നത് ഹണി തന്നെ കേട്ടോ. അപ്പോൾ ഞാൻ ഒരു സ്പൂൺ ഹണി എച്ച് ലെറ്ററിൽ കഴിച്ചിട്ടുണ്ട്. അടുത്ത ലെറ്റർ എന്ന് പറയുന്നത് എ ആണ് ഗൈസ്. അപ്പോൾ എയിൽ ഞാൻ കഴിച്ചിരിക്കുന്നത് അരിപ്പൊടിയാണ്. ഇത് നമ്മുടെ അരി വറുത്ത് പൊടിച്ചിട്ട് തേങ്ങയും ചക്കരയൊക്കെ ഇട്ട് കഴിക്കുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ. അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ എ ലെറ്ററിൽ കഴിച്ചത് അരിപ്പൊടിയാണ്. അപ്പോൾ ഇന്ന് ഞാൻ കഴിച്ച പേരെന്ന് പറയുന്നത് സീത എന്ന പേരാണ്. ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ഗൈസ്. എല്ലാ പേരും ഞാൻ വഴിയേ കഴിക്കുന്നതായിരിക്കും കേട്ടോ. ആരും നിരാശപ്പെടേണ്ട ഗൈസ്. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു നെയിം ഈറ്റിംഗ് ചലഞ്ചായിട്ട് കാണാം കേട്ടോ. അതുവരെ ടാറ്റാ.